വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ പോർട്ട് നമ്പർ എന്നുള്ള ഒരു പോർഷനാണ്. അപ്പോൾ നമുക്ക് നേരെ പോർഷനിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് പോർട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പോർട്ട് നമ്പർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എ സ്പെസിഫിക് പ്രോസസ് ദാറ്റ് ഷുഡ് റിസീവ് ആൻ ഇൻ്റർനെറ്റ് ഓർ നെറ്റ്വർക്ക് മെസ്സേജ് വെൻ ഇറ്റ് റീച്ചസ് എ സെർവർ. And these port numbers identify a particular application or service on a system. ഇപ്പോൾ നമുക്കൊരു ഡിവൈസിന് വേറൊരു ഡിവൈസിലേക്ക് ഏതെങ്കിലും ഒരു ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലെ ആ ഒരു മെസ്സേജ് ആ ഒരു പെർട്ടിക്കുലർ സെർവറിൽ എവിടെയാണ് എത്തേണ്ടത്, അപ്പോൾ അതിനെ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു നമ്പർ, അതാണ് പോർട്ട് നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദീസ് പോർട്ട് നമ്പേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് വിത്ത് പോസിറ്റീവ് 16-bit അൺസൈൻഡ് ഇൻറ്റിജർ ആൻഡ് ദാറ്റ് ഈസ് റേഞ്ചിങ് ഫ്രം 0 to 65,535. And the Internet Assigned Numbers Authority, അതാണ് IANA, has assigned port numbers to commonly used services like SSH, FTP, HTTP, HTTPS and others. In OSI model, ports are used or utilized in the transport layer of the OSI model. In the headers of transport layer protocols such as TCP, that is Transmission Control Protocol, and UDP, that is User Datagram Protocol, there is a specific section dedicated to defining these port numbers. നമുക്കൊരു നെറ്റ്വർക്ക് ലെയറിൽ ഇപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ IP അഡ്രസ്സിങ് IP ഹെഡറൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും എന്ത് പഠിച്ചിട്ടില്ല, പോർട്ട് നമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ, അതായത് ട്രാൻസ്പോർട്ട് ലെയറിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോർട്ട് നമ്പറിങ് സർവീസ് പോയിൻ്റ് അഡ്രസ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു OSI മോഡലൊക്കെ പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ പോർട്ട് നമ്പേഴ്സ് ആരാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അത് ഇൻ്റർനാഷണൽ അസൈൻ നമ്പേഴ്സ് അതോറിറ്റിയാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ നമ്പർ നമ്മളൊരു 16-bit അൺസൈൻഡ് നമ്പറാണ്. അത് റേഞ്ച് ചെയ്തിരിക്കുന്നത് 0 to 65,535. ആ ഒരു നമ്പർ റേഞ്ചിലുള്ള പോർട്ട് നമ്പേഴ്സാണ് അസൈൻ ചെയ്യുന്നത്. അവിടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അത് നമ്മൾ വരും സ്ലൈഡുകളിൽ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആ ഒരു പെർട്ടിക്കുലർ TCP ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ മെയിനായിട്ട് വരുന്ന രണ്ട് പ്രോട്ടോക്കോൾസാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ TCP, അതുപോലെ തന്നെ UDP. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോർട്ട് നമ്പേഴ്സ് പറയുന്നുണ്ടാവുക. ഓക്കെ, അത് ഏതാണ് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട് നമ്പേഴ്സ്. അപ്പോൾ പോർട്ട് നമ്പേഴ്സിനെ നമ്മൾ മെയിനായിട്ട് 3 കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് വെൽ നോൺ പോർട്ട്സ്, നെക്സ്റ്റ് വൺ രജിസ്റ്റേർഡ് പോർട്ട്സ്, മറ്റൊന്ന് ഡൈനാമിക് ഓർ പ്രൈവറ്റ് പോർട്ട്സ്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്റ്റഡ് പോർട്ട് നമ്പേഴ്സ് അതാണ് വെൽ നോൺ പോർട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് റേഞ്ചസ് ഫ്രം 0 to 1023. അപ്പോൾ 1023 വരെ, 0 മുതൽ 1023 വരെയുള്ള റേഞ്ചിലുള്ളതാണ് എന്ത്, റിസർവ്ഡ് പോർട്ട്സ് അല്ലെങ്കിൽ വെൽ നോൺ പോർട്ട്സ് എന്ന് പറയുന്നത്. ഇത് പ്രൊമനൻ്റ് ആയിട്ടുള്ള കമ്പനീസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന പോർട്ട് നമ്പേഴ്സാണ്. അവിടെ നമ്മൾ HTTP നമ്മൾ ഓൾറെഡി പല മത്സര പരീക്ഷകളിലും പല പോർട്ട് നമ്പേഴ്സും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള മിക്ക പോർട്ട് നമ്പേഴ്സും എന്താണ്, വെൽ നോൺ പോർട്ട് നമ്പേഴ്സാണ്. അത് റേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു 0 തൊട്ട് 1023 റേഞ്ചിലാണ്. ഓക്കെ, അവിടെ വരുന്ന മറ്റൊന്നാണ് സർവീസസ് പറയുമ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് സർവീസസ്, ഗോഫർ സർവീസ്, അതുപോലെ ആപ്പിൾ ക്വിക്ക് ടൈം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഏതിൽ വരും, ഈ ഒരു വെൽ നോൺ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സിൽ വരും. നെക്സ്റ്റ് ഉള്ളത് രജിസ്റ്റേർഡ് പോർട്ട്സ് ആണ്. എന്താണ് രജിസ്റ്റേർഡ് പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞു രജിസ്റ്റേർഡ് പോർട്ട്സിൽ, റെസ്ട്രിക്റ്റഡ് പോർട്ട്സിൽ 1023 വരെയാണ്. അപ്പോൾ എന്തായാലും അതിന് ശേഷം വരുന്നതാണ് എന്ത്, രജിസ്റ്റേർഡ് പോർട്ട്സ് എന്ന് പറയുന്നത്. ഈ രജിസ്റ്റേർഡ് പോർട്ട്സ് 1024 തൊട്ട് 49,151 അതുവരെയുള്ള ആ റേഞ്ചിലുള്ള പോർട്ട്സിനാണ് നമ്മൾ രജിസ്റ്റേർഡ് പോർട്ട്സ് എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും സോഫ്റ്റ്വെയർ കമ്പനീസ് അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള സർവീസസ് അല്ലെങ്കിൽ പോർട്ട് നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഈ റേഞ്ചിലുള്ള പോർട്ട് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാരാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത്, ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി അയാനെയാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏതൊരു കമ്പനിക്ക് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സർവീസസോ അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോർട്ട് നമ്പറോ വേണമെന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ റിക്വസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്.
ദെൻ നെക്സ്റ്റ് ഡൈനാമിക് ഓർ പ്രൈവറ്റ് പോർട്സ്. ഇത് റേഞ്ച് ചെയ്തിരിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിതിൽ 49,151 പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമുള്ളത് 49,152 തൊട്ട് 65,536 വരെയുള്ളതാണ് നമ്മൾ ഈ ഒരു ഡൈനാമിക് ഓർ പ്രൈവറ്റ് പോർട്സ് എന്ന് പറയുന്നത്. ഇത് ജനറൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് എഫിമറൽ പോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു ഷോർട്ട് യൂസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇതെങ്കിൽ ഒരു ക്ലയൻറ്റ് സെർവർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടെമ്പററി റിക്വയർമെൻറ്റിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ടെമ്പററി പോർട്ട് എന്നും പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ടെമ്പററി പോർട്ട് പറഞ്ഞാലും ഡൈനാമിക് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിമറൽ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ പ്രൈവറ്റ് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം സെയിം ആണ്. അപ്പോൾ ഇത് ഒന്നിലും അസൈൻ ചെയ്ത ഒരു പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഇതിനേക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പോർട്ട് നമ്പർ അല്ല, മറിച്ച് ടെമ്പററി ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആ ഒരു സർവീസ് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആ ഒരു പോർട്ട് നമ്പർ എടുക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് വേണ്ടി നമുക്കത് അസൈൻ ചെയ്ത് കൊടുക്കാവുന്ന ടൈപ്പ് പോർട്ട് നമ്പേഴ്സാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് അല്ലെങ്കിൽ ഡൈനാമിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡൈനാമിക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഡൈനാമിക്കായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന പോർട്ട് നമ്പേഴ്സാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ മേജറായിട്ട് പഠിക്കുന്ന ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിലും കൂടുതലുണ്ട്, ജസ്റ്റ് ഇത്ര മാത്രം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. ഇതിൽ ഫസ്റ്റ് വൺ 20 പോർട്ട് നമ്പർ 20യും 21ഉം നമുക്കറിയാം അത് FTPയിൽ വരുന്നതാണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൽ വരുന്നതാണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഡാറ്റ ട്രാൻസ്ഫറിന് 20, അതുപോലെ തന്നെ കൺട്രോൾ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ കമാൻഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ് 21. അപ്പോൾ ഇത് രണ്ടും ഏത് പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിലാണ് വരുന്നത്? അത് TCPയുടെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ SSH, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ്. SSH എന്ന് പറയുന്നത് 22 ആണ്. ഇപ്പോൾ 20, 21 FTP, 22 സെക്യൂർ ഷെൽ, ദെൻ 23 ടെൽനെറ്റ്, അതായത് റിമോട്ട് ലോഗിൻ സർവീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അൺഎൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് മെസ്സേജസ്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 23 എന്ന് പറയുന്നത് ടെൽനെറ്റ് 23, അതും TCPയിൽ വരുന്നതാണ്. നെക്സ്റ്റ് 25 സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അത് ഇമെയിൽ റൗട്ടിങ്ങിനും കേസ്, അതും എന്താണ് TCPയിൽ വരുന്നതാണ്. നെക്സ്റ്റ് 53 എന്ന് പറയുന്നത് ഡൊമൈനിയം അല്ലെങ്കിൽ ഡൊമൈനിയം സിസ്റ്റം സർവീസസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 25 എന്ന് പറയുന്നത് അത് TCPയോ UDPയോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 67, 68 ഉണ്ട്. അതെന്ന് പറയുന്നത് DHCPക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. 67ഉം 68ഉം. ദെൻ 69 അത് ട്രിവിയൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അത് UDPയിൽ വരുന്നതാണ്. നെക്സ്റ്റ് 80 എന്ന് പറയുന്നത് HTTP, ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. നെക്സ്റ്റ് 110 എന്ന് പറയുന്നത് POP3ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ്, അത് TCP ആണ്. ദെൻ 143 എന്ന് പറയുന്നത് IMAP, അതായത് ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോളിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 143, അതും TCPയിൽ വരും. ദെൻ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 161 ആണ്. ദെൻ ലാസ്റ്റ് വൺ HTTPS, അതായത് HTTP സെക്യൂർ, അതിന് വേണ്ടിയിട്ടുള്ളത് പോർട്ട് നമ്പർ ഏതാണ്? 443. ഇപ്പോൾ HTTP ആയാലും HTTPS ആയാലും അതൊക്കെ TCPയിൽ വരുന്നതാണ്. നമ്മളിതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള UDPയിൽ വരുന്നത് ഒന്ന് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ, അത് 161 ആണ്. ദെൻ TFTP, അതും 69 ആണ്. നെക്സ്റ്റ് വരുന്നത് DNS, അത് 53 ആണ്. അപ്പോൾ ഇത്രയും മെയിനായിട്ടുള്ള പോർട്ട് നമ്പേഴ്സാണ് ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.